തൃശ്ശൂരിലെ വലിയ ആരോപണമാണത് സാർ. ഒന്നും അതിൽ പരിഹരിക്കാനുള്ളത് സാർ. താങ്കളുടെ ഡ്രൈവർ ഉൾപ്പെടെ വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നു സാർ. ഒന്നും പരിഹരിക്കാനില്ല സാർ. വ്യാപകമായി RSS നേതാവ് ഷാജി കെയാറും വ്യാജ വോട്ട് ചേർത്തു എന്ന് ആരോപണം സാർ. വോട്ട് വന്ന വഴിയെക്കുറിച്ച് ചോദിച്ചാൽ സൂപ്പർ ഹീറോ ഡയലോഗും ആക്ഷനും മറക്കും. ഒരക്ഷരം മറുപടിയില്ല. 1,46,500 പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ട തൃശൂരിൽ ആസൂത്രിതമായ വ്യാജ വോട്ട് ചേർക്കലിന്റെ കഥ ചുരുളഴിഞ്ഞു വരികയാണ്. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വോട്ടുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവർ S. അജയകുമാർ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ കയറിയത് വ്യാജ മേൽവിലാസത്തിലാണ്. 6 മാസം മണ്ഡലത്തിൽ താമസിക്കാതെയാണ് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഭാരത് ഹെറിറ്റേജ് എന്ന വിലാസത്തിൽ വോട്ട് ചെയ്തത്. എന്റെ സാറേ, ആരെ ഇല്ലാക്കഥകളൊക്കെ പറഞ്ഞു തന്നെ. ആലത്തൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരുടെ വോട്ട് ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും വിലാസത്തിൽ തൃശൂരിൽ ചേർക്കുകയായിരുന്നു. സുരേഷ് ഗോപി രാജിവെക്കണമെന്നും തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമുള്ള ആവശ്യം LDF-ഉം UDF-ഉം ഉന്നയിച്ചു കഴിഞ്ഞു. നീ ഫീൽ ചെയ്യരുത്, എന്റെ അടുത്ത് അത്രയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ടനുബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് ചേർക്കുകയുണ്ടായി. തീർച്ചയായിട്ടും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും 1,00,000-ലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അതിനോട് പ്രസക്തിയില്ല. അപ്പോൾ തൃശ്ശൂർ 1,00,000-ലധികം വോട്ടുകൾ കൂടി എന്നുള്ളതെന്തോ വലിയ സംഭവമായിട്ട് നിങ്ങൾ പർവ്വതീകരിച്ച് പറയുകയും അതിലെന്തോ മറ്റ് ദുഷ്ടലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ ഒരു വലിയൊരു അജണ്ടയിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഒരു മണ്ഡലത്തിലെ വോട്ട് ചേർക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശ്ശൂരിലെ സ്ഥിരതാമസക്കാരാണോ? അത് പിന്നെ അവരെങ്ങനെയാണ് അവിടുത്തെ വോട്ടർ പട്ടികയിൽ വന്നത്? 6 മാസം ഈ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളുകളാവണം. സത്യവാങ്മൂലം നൽകിയിട്ടാണല്ലോ അവർ വോട്ടർമാരായി മാറിയത്. അവർ താമസിച്ചിട്ടുണ്ടോ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, ശാസ്തമംഗലത്തുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ വന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു അഡ്രസ് ഉണ്ടായിരുന്നോ? ഒരു ഫ്ളാറ്റിലെ വ്യാജ അഡ്രസ്സിൽ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. പക്ഷേ വ്യാജ അഡ്രസ്സിലൊന്നുമല്ല. നോക്കൂ, സുരേഷ് ഗോപി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ സഹോദരനുമാണെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 1.5 വർഷത്തോളം അദ്ദേഹത്തിന്റെ സഹോദരൻ അവിടെ തന്നെ താമസമുണ്ടെന്നേ. ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത കിട്ടിയതെന്ന്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയതെന്ന് എനിക്കറിയില്ല. സുരേഷ് ഗോപിയുടെ സഹോദരന് അവരുടെ കുടുംബ വീട്ടിൽ കൊല്ലത്ത് ഇരവിപുരം മണ്ഡലത്തിൽ വോട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോഴും. ആണോ? അതിൽ രേഖയുടെ കാര്യത്തിൽ ശ്യാമിന് സംശയമുണ്ടോ? ഇരവിപുരം മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ സഹോദരന് വോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് സംശയമുണ്ടോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഈ 2 ഇടങ്ങളിലൊക്കെ വോട്ടുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് എത്രയോ നേതാക്കന്മാർക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നം 2 ഇടത്തും വോട്ട് ചെയ്തോ എന്നുള്ളതാണ്. ഇവിടെ തൃശ്ശൂരിൽ നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി 19 മണ്ഡലങ്ങളിൽ നിന്നും വന്ന് തൃശ്ശൂരിൽ വോട്ട് ചെയ്യല്ലേ? 2 ഇടത്ത് എന്തിനാ വോട്ട് ചെയ്യുന്നത്? തൃശ്ശൂരിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രക്ഷയില്ല. അങ്ങനെ അല്ലല്ല, അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് വോട്ട് ചെയ്ത ആൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നിലവിലെ നമ്മുടെ രാജ്യത്തെ നിയമസഭ സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് 6 മാസം ഒരിടത്ത് സ്ഥിരമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാമെന്നേ. മനസ്സിലാക്കി കളഞ്ഞല്ല. ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിട്ടുള്ളത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തിട്ടുള്ളത് ഗുരുവായൂരാണ്. അതിനൊന്നും ഇല്ലേ? പക്ഷെ ആ ഗുരുവായൂർ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്കാണ്. ഏറ്റവും കുറവ് വോട്ട് ചേർത്തിട്ടുള്ളത് പുതുക്കാടാണ്. അവിടെ ഞങ്ങൾ 1-ാം സ്ഥാനത്താണ്. അപ്പോൾ ഇതിനൊന്നും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോജിക്കൊന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾ. ഒരാൾക്ക് ഒരു വോട്ടാണല്ലോ ഉണ്ടാവേണ്ടത്. ഇപ്പോ തിരുവനന്തപുരത്ത് ഏറ്റവും ഒടുവിൽ റിവൈസ് ചെയ്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ വോട്ടറാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ 41-ാം വാർഡ് ശാസ്തമംഗലം. വോട്ടർ നെയിം സുരേഷ് ഗോപി. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പുതുക്കിയ വോട്ടർ പട്ടികയിൽ തിരുവനന്തപുരത്തെ വോട്ടറാണ് സുരേഷ് ഗോപി. അദ്ദേഹം കുമ്പിടിയൊന്നും അല്ലല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്തല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. രമേശ് ചെന്നിത്തല നോക്കൂ. രമേശ് ചെന്നിത്തല അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഹരിപ്പാടേക്ക് വോട്ട് മാറ്റിയതാണെന്ന്. ഇനി വി ഡി സതീശന്റെ ഇതൊന്നുമല്ല. വി ഡി സതീശൻ എവിടെയാണ് താമസിക്കുന്നത്? വി ഡി സതീശൻ താമസിക്കുന്ന അദ്ദേഹം ആലുവയിലെ സ്ഥിര താമസക്കാരനും അദ്ദേഹത്തിന്റെ കുടുംബവും വോട്ട് ചെയ്യുന്ന പറവൂരുമാണ്.
ഇതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയുന്നേ? അപ്പോൾ ഇതൊക്കെ ഈ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നതാണെന്ന്. ഇത് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബവും ചെയ്യുമ്പോൾ ഇതെന്തോ മഹാപരാധം പോലെ നിങ്ങൾ ചിത്രീകരിക്കുന്നതും അതിന് പിന്നിലെ ഒരു ഗൂഢലക്ഷ്യമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കത്തളം വെച്ച് ഗുരുകുല ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല, ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. മലപ്പുറത്തെ പ്രമുഖനായ ബിജെപിയുടെ നേതാവ്, ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹി പട്ടികയിലെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, അപ്പോൾ മലപ്പുറത്തുള്ള ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പൊന്നാനിയിലെ വോട്ടർ, അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ആളാണ് നിങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. അത് അസൂയക്കാര് പലതും പറയും, വിശ്വസിക്കാവുന്നത് തന്നെ പറഞ്ഞതാ. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് വർക്കിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വോട്ട് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് അവിടെ അഡ്രസ് ഉണ്ടായിരുന്നോ? നിങ്ങളുടെ തന്നെ വേറൊരു നേതാവിന്റെ വീടിന്റെ അഡ്രസ്സിൽ അദ്ദേഹം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ട് ചെയ്തു. എന്താ ഉറക്കം വരുന്നു. നേതാവിന്റെ കാര്യമാണ്, പ്രമുഖ നേതാവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് നാടൊട്ടുക്കുമുള്ള BJP-ക്കാരെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി അവരെ അവിടുത്തെ വോട്ടർമാരാക്കിയാണ് നിങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്നുള്ളതാണ് ചുരുളഴിഞ്ഞു വരുന്ന കഥ. അഭിലാഷ് അങ്ങനൊന്നുമല്ല. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2-3 വർഷങ്ങളായിട്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന്. ഈ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണസമയ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളുണ്ട്, പൂർണ്ണസമയ പ്രവർത്തകർ അല്ലാത്ത ആളുകളുണ്ട്, ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്ന ആളുകളും ഉണ്ടെന്ന്. സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന, ഞാൻ ഇടുക്കിക്കാരനാണ്, ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എന്റെ വോട്ട് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രക്രിയകളാണെന്ന്. ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണെങ്കിലും അദ്ദേഹം അവിടുത്തെ പാർട്ടി അദ്ദേഹത്തിന് നൽകിയ ചുമതല കൊണ്ട് അദ്ദേഹം തൃശ്ശൂർ വന്ന് താമസിക്കുകയായിരുന്നു. ഞാൻ ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ അങ്ങോട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്ത നിങ്ങളുടെ പ്രമുഖ നേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ തൃശ്ശൂരുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിക്ക്, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. ഇവിടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വോട്ട് തൃശ്ശൂർ ചെയ്തതിൽ നിയമപരമായിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറയും. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എങ്ങനെയാണ് അവിടുത്തെ വോട്ടറായി മാറുന്നത് എന്നുള്ളതാണ് ചോദ്യം. അനുശാസിക്കുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. അദ്ദേഹം പൊന്നാനി മണ്ഡലത്തിലെ വോട്ടറാണ്. അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം തൃശ്ശൂർ വന്നിട്ടുണ്ടാവും. അങ്ങനെ വരുന്നവരൊക്കെ അവിടങ്ങളിലാണ് വോട്ട് ചെയ്യേണ്ടത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതെന്തിയാണ്?